സദ്യകളിൽ പ്രധാനി. സദ്യകളിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് സാമ്പാർ. നമുക്കിന്ന് ഒരു സാമ്പാർ ഉണ്ടാക്കാം. കുമ്പളങ്ങ, ചേന, മത്തങ്ങ, കറിവേപ്പില, മുരിങ്ങക്കോല്, പച്ചമല്ലി, കിഴങ്ങ്, ക്യാരറ്റ്, വെളുത്തുള്ളി, ചുവന്നുള്ളി, ബീൻസ്, തക്കാളി, വഴുതനങ്ങ, പച്ചമുളക്. ആദ്യമേ ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് അതിനകത്തേക്ക് പരിപ്പ് ഇട്ട് കൊടുക്കാം. സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ തൂരപ്പരിപ്പ് എന്ന് പറയുന്ന പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞാനൊരു 1 മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്നു. 1 മണിക്കൂറിൽ കൂടുതൽ കുതിർത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, അത്രയും നല്ലതാണ്. പെട്ടെന്ന് വെന്ത് നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും സാധനം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ച് ഒരു 3-4 വിസിൽ, അതായത് എൻ്റെ കുക്കറിന് ഒരു 4 വിസിൽ മതി. അവരവരുടെ കുക്കറിൻ്റെ ആ ഒരു കപ്പാസിറ്റിയും അതിൻ്റെ ബ്രാൻഡും ഒക്കെ അനുസരിച്ച് വിസിൽ വ്യത്യാസം വരും. അപ്പോൾ നല്ല പോലെ അങ്ങോട്ട് വേവിച്ചെടുക്കുക. ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ അകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 3-4 കുരുമുളക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം, വറ്റൽമുളക്, കറിവേപ്പില, അപ്പോൾ ഇതിനകത്തേക്ക് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഞാൻ അരിഞ്ഞിട്ടൊന്നുമില്ല. വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് അടുത്ത സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു 30 സെക്കൻഡ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മളടുത്തത് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 1 മിനിറ്റ് നന്നായിട്ട് ഇതേ കൂട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ പൊടി ഇല്ല, കട്ടയാണുള്ളതെങ്കിൽ ആദ്യമേ നമ്മൾ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് അതിനകത്തിട്ട് വറുത്ത് എടുക്കാവുന്നതാണ്. ചേന ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മത്തൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ്, കുമ്പളങ്ങ. ഈ കഷ്ണങ്ങളൊക്കെ ഒരു 2 മിനിറ്റ് ഇതിനകത്തൊന്ന് സോട്ട് ചെയ്യാം. കഷ്ണങ്ങൾ ഇങ്ങനെ വഴറ്റിയെടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് പണി എളുപ്പത്തിന് നമ്മൾ പരിപ്പ് വേവിച്ച് ഒരു 1/4 ഭാഗം വേവിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഈ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുത്ത് 1 വിസിലോ 2 വിസിലോ കൂടെ അടിച്ചെടുത്താൽ കഷ്ണം വെന്ത് കിട്ടും. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഇച്ചിരി സമയം എടുത്താലും നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. മുരിങ്ങ, വഴുതനങ്ങ, നമ്മൾ ഇതിനകത്ത് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുന്നില്ല. ബീൻസ് ഇതും കൂടി ചേർത്ത് ഒന്ന് വഴട്ടാം. നമുക്കിതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പരിപ്പിൽ ഓൾറെഡി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പച്ചമുളക് ഇട്ട് കൊടുക്കാം, തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു 5 പച്ചമുളക് കീറിയതും ഒരു 3 ചെറിയ തക്കാളി പൊളന്നിട്ടതുമാണിത്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ വാളംപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, ആ പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന സാമ്പാർ പൊടിയാണിത്. സാമ്പാർ പൊടിയുടെ റെസിപ്പി ഞാൻ നേരത്തെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് സാമ്പാർ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന തൂരപ്പരിപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പരിപ്പൊക്കെ ചേർത്ത് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കര ഞാൻ ചേർത്ത് കൊടുത്തിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ തീർച്ചയായും ശർക്കര ചേർത്ത് കൊടുക്കുക, അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് അവസാന ടച്ചപ്പ് എന്നുള്ള രീതിയിൽ കുറച്ച് കായപ്പൊടിയും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില സാമ്പാറിന് ചേർക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായും രസത്തിനും സാമ്പാറിനുമൊക്കെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല സ്വയംഭൻ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. വീഡിയോ കാണുന്ന എല്ലാവരും ഈ സാമ്പാറിൻ്റെ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്യുക.
ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.